ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാലു സിനിമാറ്റിക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഏത് സിനിമയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയാമോ? ഈ അടുത്ത കാലത്ത് റിലീസായ ഒരു കിടിലൻ ടൈം ട്രാവൽ സിനിമ. ഈ സിനിമയുടെ വൺ ലൈൻ കേട്ടാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ മുഴുവനായി കാണണമെന്ന് തോന്നും. അത്രയ്ക്ക് സൂപ്പർ സിനിമയാണിത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് വൺ ലൈനിലേക്ക് കടന്നാലോ. അതായത്, ഒരു ദിവസം രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വലിയ റെസ്റ്റോറന്റിലേക്ക് പെട്ടെന്ന് ഒരാൾ വരുന്നു. ആളെ കാണാൻ തന്നെ ഒരു പ്രത്യേക തരം വിചിത്രമായ രൂപമാണ്. സംസാരമാണെങ്കിൽ അതിലും വിചിത്രം. അയാൾ പറയുന്നത് താൻ ഭാവിയിൽ നിന്ന് വരുന്നതാണെന്നാണ്. ഭാവിയിൽ ലോകം വളരെ മോശമായ അവസ്ഥയിലായി പോയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. മനുഷ്യരെല്ലാം മാനസികമായി തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഭാവിയിലെ മനുഷ്യരെ രക്ഷിക്കണമെങ്കിൽ ഈ കാലഘട്ടമാണ് ഏറ്റവും അനുയോജ്യം. തനിക്ക് ഒരു ടീമിനെ ആവശ്യമുണ്ടെന്നും അയാൾ പറയുന്നു. കാരണം ഈ കാലഘട്ടത്തിലുള്ള ഒരു ചെറിയ പയ്യൻ ഒരു വലിയ AI സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം മനുഷ്യർക്ക് വലിയ ആപത്താണ് വരാൻ പോകുന്നത്. താൻ ഭാവിയിൽ നിന്ന് വരുമ്പോൾ ഒരു പെൻഡ്രൈവ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തെ നശിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ അതിലുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ ഒരു ടീമായി വന്ന് തടസ്സങ്ങളെല്ലാം നീക്കി ആ പയ്യന്റെ വീട്ടിൽ പോയി ആ സിസ്റ്റം നശിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞ് അയാൾ ഒരു ടീമിനെ റെഡിയാക്കുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. പോകുന്ന വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിലുപരിയായി ഫോൺ ഉപയോഗിക്കുന്നവർ സോംബി കളപ്പോലെ ഇവരെ തുരത്താൻ തുടങ്ങും. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് അയാൾ ആ വീട്ടിലെത്തി AI സിസ്റ്റം നശിപ്പിച്ചോ ഇല്ലയോ എന്നതാണ് കഥ. ഈ അടുത്ത കാലത്ത് റിലീസായ ഗുഡ് ലക്ക് ഹാവ് ഫൺ ഡോണ്ട് ഡൈ എന്ന സിനിമയാണിത്. ശരി, നമുക്ക് സമയം കളയാതെ നേരിട്ട് സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട്, മറക്കാതെ ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അടിക്കണേ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ രാത്രി സമയത്തുള്ള ഒരു റെസ്റ്റോറന്റ് കാണിക്കുന്നു. ക്യാമറ ആ റെസ്റ്റോറന്റിനുള്ളിലേക്ക് പോകുന്നു. അവിടെയുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം ഫോണിൽ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 10 മണി ആയപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു. അയാളുടെ വേഷം കണ്ടാൽ തന്നെ വിചിത്രമാണ്. ഒരു ട്രഞ്ച് കോട്ടൊക്കെ ഇട്ട് ശരീരത്തിലാകെ വയറുകൾ ചുറ്റിയിട്ടുണ്ട്. കൂടാതെ അയാൾ മുഴുവനായി നനഞ്ഞിട്ടുമുണ്ട്. അയാൾ അകത്തേക്ക് വന്ന് എല്ലാവരോടുമായി ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ആരാടാ ഈ കോമാളി എന്ന് ചോദിച്ച അവർ വീണ്ടും ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട അയാൾ കുറച്ചുപേരുടെ ഫോൺ പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് ഒരു ടേബിളിന് മുകളിൽ കയറി നിന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ മൊബൈൽ ഫോൺ കാരണമാണ് നിങ്ങളുടെ ജീവിതം നശിക്കാൻ പോകുന്നത്. മനുഷ്യർ വിഡ്ഢികളാകാൻ കാരണവും ഇതാണ്. നാശത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇത് കേട്ടപ്പോൾ അവിടെയുള്ളവർക്ക് ദേഷ്യം വന്നു. സമാധാനമായി ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് കുറച്ചുപേർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അയാൾ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു അടി പുറത്തേക്ക് വെച്ചാൽ ഞാൻ ഈ ബട്ടൺ അമർത്തും. എന്നിട്ട് അയാൾ തന്റെ ശരീരം കാണിക്കുന്നു. നോക്കുമ്പോൾ ശരീരമാകെ ടൈം ബോംബ് ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. തങ്ങൾ ഏതോ ഒരു ഭ്രാന്തന്റെ കയ്യിൽ പെട്ടുപോയല്ലോ എന്ന് ഭയന്ന് അവർ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. അയാൾ വീണ്ടും പറയുന്നു, ഈ തലമുറ കാരണമാണ് ഭാവി നശിച്ചത്. ഇവിടെയുള്ള 40 പേരെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരെയുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ കാരണം ഭാവിയിൽ വലിയ ആപത്തുണ്ടായി. അവിടെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പോൾ ഫോൺ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങി. അത് നിങ്ങളെ അടിമകളാക്കി മാറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിച്ചു. അവസാനം മനുഷ്യർ ട്യൂബ് വഴി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയായി. ഇതൊക്കെ കേട്ടപ്പോൾ ആളുകൾ ഭയന്നു. ഈ ഭ്രാന്തന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർ ആലോചിക്കുമ്പോൾ അയാൾ വീണ്ടും ടേബിളിന് മുകളിൽ കയറി പറഞ്ഞു, സാരമില്ല, അത് ശരിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. AI ഒരു കൊടുങ്കാറ്റ് പോലെ മനുഷ്യ സംസ്കാരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാവി രക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 6 പേർ എന്റെ കൂടെ വരണം. എങ്കിൽ മാത്രമേ ഇത് ശരിയാക്കാൻ കഴിയൂ. മറ്റൊരു സത്യം പറയട്ടെ, ഇത് 117ാം തവണയാണ് ഞാൻ ഇവിടെ വരുന്നത്. അതായത് ഒരു ടൈം ലൂപ്പിൽ പെട്ടതുപോലെയാണ് അയാൾ അവിടെ വരുന്നത്. അയാൾ ചിലരെ സെലക്ട് ചെയ്ത് അവർ വഴി ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള 47 പേരിൽ നിന്ന് 6 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ കോടിക്കണക്കിന് കോമ്പിനേഷനുകൾ വരാം. മുമ്പ് 116 തവണയും അയാൾ തോറ്റുപോയി. അതുകൊണ്ട് ഇത്തവണ ശരിയായ ടീമിനെ തന്നെ വേണം. അയാൾ ഓരോരുത്തരെയായി നോക്കുന്നു. ഒരു കപ്പിളിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഫസ്റ്റ് ഡേറ്റ് ആണല്ലേ? പക്ഷേ ഈ ലേഡി കഴിഞ്ഞ 20 മിനിറ്റായി ഈ ഡേറ്റിംഗ് അവസാനിപ്പിക്കാൻ ആലോചിക്കുകയാണ്. അതുകേട്ട് ആ സ്ത്രീ ഞെട്ടുന്നു. അപ്പോൾ ഒരാൾ കൈ പൊക്കി പറഞ്ഞു, ഞാൻ വരാം. അയാൾ ഉടനെ അയാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അത് നടക്കില്ല. നിന്നെ മുൻപ് കൊണ്ടുപോയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നിനക്ക് നേരെ നടക്കാൻ പോലും കഴിയില്ല. പിന്നീട് ഒരു വൃദ്ധൻ കൈ പൊക്കിയപ്പോൾ, നിങ്ങൾ കൂടെ വന്ന് 6 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും, അതുകൊണ്ട് വേണ്ട എന്ന് അയാൾ പറഞ്ഞു. അവസാനം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അയാളിരുന്നു. നീയാണ് എന്റെ പെർഫെക്റ്റ് പാർട്ട്ണർ. മുൻപ് വന്നപ്പോഴൊക്കെ നീ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞ് അവളെ ടീമിലേക്ക് എടുക്കുന്നു. പിന്നീട് അയാൾ പെട്ടെന്ന് ടേബിളിന് മുകളിൽ കയറി, വേഗം പറയൂ, നമുക്ക് സമയമില്ല എന്ന് വിളിച്ചു പറയുന്നു. അപ്പോഴേക്കും പുറത്ത് പോലീസ് സൈറൺ മുഴങ്ങുന്നു. ആരോ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. നീ പോലീസിനെ വിളിച്ചില്ലേ എന്ന് വെയിട്രസിനോട് ചോദിച്ചിട്ട് അയാൾ തന്നെ സ്വന്തം ടീമിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അയാൾ അവിടെയുള്ള ഭക്ഷണമെല്ലാം വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. എന്തിനാണ് കഴിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? എനിക്ക് കുറച്ചുനേരം കൂടി പോരാടാൻ എനർജി വേണം. എല്ലാവരും പേടിയോടെ നോക്കി നിൽക്കുമ്പോൾ സൂസൻ എന്നൊരു സ്ത്രീ വന്ന് താൻ വരാമെന്ന് സമ്മതിക്കുന്നു. മുൻപ് നീ എന്റെ ടീമിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്തവണ നിന്നെ ഞാൻ എടുക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. പിന്നീട് മാർക്ക് എന്നൊരാളെയും അയാളുടെ ഭാര്യ ജാനറ്റിനെയും അയാൾ സെലക്ട് ചെയ്യുന്നു. ഒരു
ഡ്രൈവറെയും സ്കൗട്ട് ടീമിലുള്ള ബോബ് എന്നയാളെയും തിരഞ്ഞെടുക്കുന്നു. അവസാനം ഇംഗ്രിഡ് എന്നൊരു പെൺകുട്ടിയെ കൂടി ഉൾപ്പെടുത്തി അയാൾ തന്റെ 6 സംഘത്തെ പൂർത്തിയാക്കുന്നു. ഇതുപോലൊരു ടീമിനെ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടില്ല. ഈ കോമ്പിനേഷൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം എന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും പോലീസ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മാർക്കിനും ജാനറ്റിനും നടന്ന ചില വിചിത്രമായ കാര്യങ്ങൾ സിനിമ കാണിക്കുന്നു. ജാനറ്റ് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ മാർക്കിനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായി അവർ കൊണ്ടുവരുന്നു. മാർക്ക് വളരെ പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അയാൾക്ക് പേടിയുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ നിൽക്കാതെ റിലാക്സ് ആയിരിക്കൂ എന്ന് ജാനറ്റ് പറഞ്ഞു വിടുന്നു. മാർക്ക് ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികൾ ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. താൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറാണെന്നും ക്ലാസ് ടീച്ചർ അവധിയിലാണെന്നും അയാൾ പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും ഗവനിക്കുന്നില്ല. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും കുട്ടികൾ ആരും അത് ശ്രദ്ധിക്കുന്ന മട്ടിലായിരുന്നില്ല. ശരി, നമുക്ക് നേരിട്ട് പാഠഭാഗത്തേക്ക് കടക്കാം എന്ന് പറഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അയാൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഉടനെ കുട്ടികൾ എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സ്ത്രീയെക്കുറിച്ച് അയാൾ പഠിപ്പിക്കുന്നതിന് മുൻപേ അവർ ഇങ്ങനെയൊക്കെയാണെന്ന കാര്യം കുട്ടികൾ വിളിച്ചു പറയുന്നു. അയാൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീടാണ് അയാൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്. ഈ കുട്ടികളെല്ലാവരും ഓഡിയോ ബുക്കുകൾ വഴി നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കണ്ട് ആ സാർ അമ്പരന്നു പോയി. മക്കളെ, ഫോൺ അധികം ഉപയോഗിക്കരുത്, ഇതൊക്കെ പുസ്തകം വായിച്ച് തന്നെ പഠിക്കണം എന്ന് അയാൾ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കുന്നില്ല. അയാൾക്ക് ഇത് വളരെ വിചിത്രമായി തോന്നി. ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഉച്ചഭക്ഷണ സമയത്ത് ടീച്ചർമാരെല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു. എല്ലാവരും കുട്ടികളെക്കുറിച്ച് പരാതി പറയുകയാണ്. കാരണം ഈ അടുത്ത കാലത്തായി കുട്ടികളെല്ലാം മൊബൈൽ ഫോണിന് അടിമകളായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തുവരാൻ അവർക്ക് കഴിയുന്നില്ല. ടീച്ചർമാർക്ക് അവരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ അവരെ ശല്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു സാർ പറയുകയാണ്, ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഒരു ഗൺ റെഡിയാക്കുന്നുണ്ട്. അതൊരു സിഗ്നൽ ജാമറാണ്. അത് ഉപയോഗിച്ചാൽ തീർച്ചയായും അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ അതിന്റെ പണികൾ ഇനിയും തീർന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ആ സ്കൂളിൽ നടക്കുന്ന വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കാരണം കുട്ടികളെല്ലാം ഏതോ ഹിപ്നോട്ടിസം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. എപ്പോഴും ഫോൺ ഉപയോഗിക്കുക, ടീച്ചർമാരോട് മര്യാദയ്ക്ക് സംസാരിക്കാതിരിക്കുക, അവരെ കളിയാക്കുക എന്നിങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കുട്ടികളുടെ പെരുമാറ്റം. അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ അയാൾ കുട്ടികളറിയാതെ അവരുടെ ഫോണിലേക്ക് ഒന്ന് നോക്കുന്നു. കുട്ടികൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും മുഴുവനായി കാണുന്നില്ല, വേഗത്തിൽ തള്ളിവിടുകയാണ്. പോരാത്തതിന് മോശം കമന്റുകളും ഇടുന്നുണ്ട്. ഇത് കണ്ട അയാൾക്കും പതുക്കെ ആ ഹിപ്നോട്ടിസം ബാധിച്ച പോലെ തോന്നി. അയാൾ പെട്ടെന്ന് ചെന്ന് ഒരു കുട്ടിയുടെ ഫോണിൽ തൊട്ടതും അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ഫോണിൽ ഒരു ട്രയാങ്കിൾ സിമ്പിൾ തെളിയുന്നു. അത് കണ്ട് അയാൾ ഭയന്നു. അതിലും പേടിപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികളെല്ലാം ആ ത്രികോണ ചിഹ്നത്തിലേക്ക് നോക്കി വിചിത്രമായ രീതിയിൽ ഇയാളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അയാൾ ശരിക്കും പേടിച്ചു പോയി. ഞാൻ എന്തിനാണ് വെറുതെ ഈ ജോലിക്ക് വന്നത്? ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതി അയാൾ വേഗം പുറത്തേക്ക് ഓടി. പുറത്തു നോക്കുമ്പോൾ എല്ലാ കുട്ടികളും അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയാൾ പേടിച്ച് ഒരു മുറിയിൽ കയറി വാതിലടച്ചു. ഒരു വടി ഉപയോഗിച്ച് വാതിൽ പൂട്ടിയ ശേഷം അയാൾ ജാനറ്റിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ ഒരു കുട്ടിയുടെ ഫോണിൽ തൊട്ടു. ഉടനെ അതിലൊരു ചിഹ്നം തെളിഞ്ഞു വരുന്നു. ഇത് കേട്ട് ജാനറ്റും ഞെട്ടിപ്പോയി. നീ എന്താണ് ഈ കാണിച്ചു വെച്ചത്? എന്തിനാണ് അവരെ ശല്യം ചെയ്യാൻ പോയത്? ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പേടിച്ചിരിക്കുമ്പോൾ കുട്ടികളെല്ലാം സോംബികളെപ്പോലെ വാതിൽ തകർത്ത് അകത്തേക്ക് വരുന്നു. അത് കണ്ട ജാനറ്റ്, വേഗം വരൂ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു ഓടുന്നു. പിന്നാലെ കുട്ടികളും അവരെ തുരത്തുന്നു. വെറുതെ ഈ ജോലിക്ക് വന്നു പെട്ടല്ലോ, ഇതിലും നല്ലത് വീട്ടിലിരിക്കുന്നതായിരുന്നു എന്ന് കരുതി അയാൾ ഒരു മുറിയിൽ ചെന്ന് വിളിക്കുന്നു. അവിടെ നേരത്തെ പറഞ്ഞ ആ സിഗ്നൽ ജാമർ ഗൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അത് കയ്യിലെടുത്ത് റെഡിയായി. അപ്പോഴേക്കും കുട്ടികളെല്ലാം അവിടെ ഒത്തുകൂടി. അവർ ആയിക്കാൻ വരുമ്പോഴേക്കും അയാൾ ആ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ഉടനെ സിഗ്നലുകളെല്ലാം ജാമായി. കുട്ടികളെല്ലാം ഫോൺ താഴെയിട്ട് പഴയ നിലയിലായി. ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. രക്ഷപ്പെട്ടല്ലോ എന്ന് അയാൾ ആശ്വസിക്കുന്നതിനിടയിൽ വീണ്ടും ഫോണുകളിൽ ആ ത്രികോണ ചിഹ്നം തെളിയുന്നു. കുട്ടികളെല്ലാം വീണ്ടും ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്നതിന് മുൻപ് അവർ രണ്ടുപേരും അവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെടുന്നു. ഇതായിരുന്നു അവരുടെ കഥ. ഇനി നമുക്ക് സിനിമയുടെ പ്രസന്റ് ടൈമിലേക്ക് വരാം. റെസ്റ്റോറന്റിന് പുറത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. ഈ 6 സംഘത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ ഒരു മുറിയിൽ ഒളിച്ചിരുന്ന വഴി ആലോചിക്കുന്നു. പുറത്തേക്ക് കടക്കാൻ 3 വഴികളാണുള്ളത്. മെയിൻ ഗേറ്റ്, ബാക്ക് ഗേറ്റ്, പിന്നെ എമർജൻസി എക്സിറ്റ്. പക്ഷേ ഈ 3 വഴികളിലും പോലീസ് കാവലുണ്ട്. ഭാവിയിൽ നിന്നുള്ള ആൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നു, താൻ ഭാവിയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ വെയിട്രസ് പോലീസിനെ വിളിക്കുമെന്ന് നേരത്തെ അറിയില്ലായിരുന്നോ? നിനക്ക് അത് തടയാമായിരുന്നില്ലേ? അതിന് അയാൾ മറുപടി നൽകി, ഞാൻ തടയാൻ നോക്കിയതാണ്, പക്ഷേ അവർ മറ്റേതോ വഴിയിലൂടെയാണ് വിവരം അറിയിച്ചത്. ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് മേരി ചോദിക്കുന്നു. അതിന് ഒരേയൊരു വഴിയേയുള്ളൂ. എന്റെ മുൻപത്തെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണ്, നമ്മൾ ടീമിനെ 2ആയി തിരിക്കണം. അതിൽ ഒരാൾ പുറത്തുപോയി സ്വയം ബലി നൽകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇത് കേട്ട് എല്ലാവരും മടിച്ചു നിൽക്കുകയാണ്. ആരും അതിന് തയ്യാറല്ല. അവർ പിൻവാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിറയെ പോലീസുകാരുണ്ട്.
പുറത്തിറങ്ങിയാൽ അവർ വെടിവെച്ച് കൊല്ലും. അത് കണ്ട് ആ പ്രിൻസസ് വേഷം ധരിച്ച പെൺകുട്ടി പറയുന്നു, ശരി, ഞാൻ സ്വയം ബലി നൽകാൻ തയ്യാറാണ്. അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഭാവിയിൽ നിന്ന് വന്നയാൾ അവളെ തടഞ്ഞു. നിന്നെ കണ്ടിട്ട് മരിക്കാൻ നടക്കുന്നത് പോലെ തന്നെയുണ്ട്, അതുകൊണ്ട് നിന്നെ വിടാൻ കഴിയില്ല. നമുക്ക് വേറെ വഴി നോക്കാം. അപ്പോഴാണ് സൂസൻ പറയുന്നത്, എനിക്ക് മറ്റൊരു വഴി അറിയാം. ഇവിടെ ഒരു രഹസ്യ വഴിയുണ്ട്. അതിലൂടെ പോയാൽ നമുക്ക് പുറത്തെത്താം. ഇത് കേട്ടപ്പോൾ താത്തയ്ക്ക് അത്ഭുതമായി. എന്ത്, മറ്റൊരു വഴിയോ? ഞാൻ 117 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയൊരു വഴിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ. അതിനിടയിൽ പോലീസ് സ്മോക്ക് ഗ്രനേഡുകൾ എറിയാൻ തുടങ്ങി. ഇനി സൂസൻ പറയുന്നത് കേൾക്കുകയില്ലാതെ അവർക്ക് മറ്റു വഴികളില്ല. സൂസൻ അവരെ റെസ്റ്റോറന്റിലെ ഒരു രഹസ്യപാതയിലൂടെ താഴേക്ക് കൊണ്ടുപോകുന്നു. ശരിക്കും അവിടെ അങ്ങനെയൊരു വഴിയുണ്ടായിരുന്നു? താത്ത ചോദിക്കുന്നു, നീ ആരാണ്? നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അതിന് അവൾ മറുപടി നൽകി, സഹായിക്കുന്നത് ഒരു കുറ്റമാണോ? എനിക്ക് ഇത് നേരത്തെ അറിയാം. പോലീസിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. ഇനി സംസാരിക്കാൻ സമയമില്ലാത്തതിനാൽ അവർ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇപ്പോഴാണ് സൂസന്റെ കഥ സിനിമ കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള കാര്യമാണിത്. സൂസന് ഒരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം മകൻ പഠിക്കുന്ന ഹൈസ്കൂളിൽ നിന്ന് അവർക്ക് ഒരു കോൾ വരുന്നു, മകൻ മരിച്ചുപോയി എന്ന്. സ്കൂളിൽ നടന്ന ഒരു കലാപത്തിലാണ് അവൻ കൊല്ലപ്പെട്ടത്. അവർക്ക് അത് താങ്ങാനായില്ല. സങ്കടത്തോടെ അവർ സ്കൂളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിൽക്കുമ്പോൾ 3 സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വരുന്നു. അവർ സൂസനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടുകയാണല്ലേ? മകൻ മരിച്ച അനുഭവം ആദ്യമായിട്ടാണോ? ഈ കാർഡ് കയ്യിൽ വെച്ചോളൂ. ആദ്യം വീട്ടിൽ പോയി വിശ്രമിക്കൂ, പിന്നീട് ഇതിലുള്ള നമ്പറിൽ വിളിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അവർ ഒരു അഡ്രസ്സ് നൽകുന്നു. സൂസന് ഒന്നും മനസ്സിലായില്ല. അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ അവൾ അവിടെ നിന്ന് മടങ്ങി. അന്ന് രാത്രി വീട്ടിലെത്തിയ സൂസൻ മകന്റെ വസ്ത്രങ്ങൾ കണ്ടു പൊട്ടിക്കരഞ്ഞു. അവർക്ക് ആ മരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ആ കാർഡിലെ അഡ്രസ്സിൽ അവർ പോകുന്നു. അതൊരു വലിയ കമ്പനിയായിരുന്നു. അവിടെയുള്ള ഒരു സ്റ്റാഫ് അവരുടെ അടുത്തു വന്നു പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചത് ഏത് സ്കൂളിലായിരുന്നു? അവൻ എത്രാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 9ാം ക്ലാസ്സിലായിരുന്നു എന്ന് സൂസൻ മറുപടി നൽകി. അപ്പോൾ ആ സ്റ്റാഫ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു, വിഷമിക്കേണ്ട, ഞങ്ങളുടെ ക്ലോൺ ടെക്നോളജി വഴി നിങ്ങളുടെ മകനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇത് കേട്ട് സൂസൻ അമ്പരന്നു. എന്റെ മകനെ തിരിച്ചു കൊണ്ടുവരുമെന്നോ എന്ന് അവർ ചോദിക്കുന്നു. അതെ, ശാരീരികമായി ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുവരും. അവന്റെ DNA ഉപയോഗിച്ച് ഞങ്ങൾ അവനെ ക്ലോൺ ചെയ്യും. അവൻ എങ്ങനെയായിരിക്കണം, അവന് എന്തൊക്കെ അറിവുണ്ടാകണം എന്നതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിന് എത്ര ചിലവാകുമെന്ന് സൂസൻ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതിനെക്കുറിച്ച് പേടിക്കണ്ട. അവൻ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണല്ലോ മരിച്ചത്. അതുകൊണ്ട് പകുതി ചിലവ് ഗവൺമെന്റ് വഹിക്കും. ബാക്കി പകുതി നിങ്ങൾ നൽകിയാൽ മതി. ഇനി ആ ചിലവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ക്ലോണായി വന്ന ശേഷം ഇടയ്ക്കിടെ പരസ്യങ്ങൾ പറയേണ്ടി വരും. അതായത് യൂട്യൂബ് പരസ്യങ്ങൾ പോലെ അവൻ ദിവസവും ചില പരസ്യങ്ങൾ പറയും. ഇത് കേട്ട് സൂസൻ ആകെ സ്തംഭിച്ചു പോയി. പിന്നീട് ആ സ്റ്റാഫ് സൂസനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനെ എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യണം? ആ സ്റ്റാഫ് സൂസനോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ പറഞ്ഞ അയാൾ അവൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ നൽകി. ഇതുകണ്ട് സൂസന ആകെ അത്ഭുതപ്പെട്ടുപോയി. കാരണം അത്രയധികം ഓപ്ഷനുകൾ അവിടെ ഉണ്ടായിരുന്നു. മകൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം, അവന് എന്തൊക്കെ ഹോബീസ് ഉണ്ടായിരിക്കണം എന്നതൊക്കെ അവൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. മകന്റെ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായ എല്ലാ ഓപ്ഷനുകളും അവിടെ ലഭ്യമായിരുന്നു. സൂസൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഓരോ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തു. അതോടെ ആ സെഷൻ അവസാനിച്ചു. അവൾ കുറച്ചുനേരം പുറത്ത് കാത്തുനിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മകൻ ദൂരെ നിന്ന് നടന്നു വരുന്നത് അവൾ കണ്ടു. സ്വന്തം മകനെ വീണ്ടും ജീവനോടെ കണ്ടപ്പോൾ അവൾ അമ്പരന്നുപോയി. ആർക്കായാലും അത് വലിയൊരു അത്ഭുതമായിരിക്കുമല്ലോ. അവൾ വേഗത്തിൽ അവനെ കൂട്ടി വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അവൾ മകനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാണാൻ പഴയതുപോലെ തന്നെയാണെങ്കിലും അവന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം സൂസൻ തന്നെയാണല്ലോ അവനെ കസ്റ്റമൈസ് ചെയ്തത്. എങ്കിലും തന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അവൾ അവനെ വീട്ടിലിരുത്തി സംസാരിച്ചു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് എഴുന്നേറ്റ് എനിക്ക് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കാരണം അവനെ കസ്റ്റമൈസ് ചെയ്തപ്പോൾ അവൻ സ്പോർട്സിൽ താല്പര്യമുള്ളവനായിരിക്കണമെന്ന് ആ സ്റ്റാഫ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വന്തം ഇഷ്ടത്തിന് കളിക്കാൻ പോകുന്നത്. അടുത്ത ദിവസം സ്കൂളിൽ ആ വെടിവയ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു മീറ്റിംഗ് നടന്നു. അതിൽ പങ്കെടുക്കാൻ സൂസനും പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഇതുപോലെ ക്ലോൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നതായി അവൾ മനസ്സിലാക്കി. ഇതിനു മുൻപ് മാതാപിതാക്കളെ അനുസരിക്കാത്ത കുട്ടികൾ പോലും ക്ലോണിംഗിന് ശേഷം വളരെ അനുസരണയുള്ളവരായി മാറിയെന്ന് ചിലർ പറഞ്ഞു. ഞങ്ങൾ അവനെ ഒബീഡിയന്റ് ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അവൻ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് അവർ സന്തോഷത്തോടെ പറയുന്നു. ഇതൊക്കെ കേട്ട് സൂസൻ അത്ഭുതപ്പെട്ടു. ഒരു ദമ്പതികൾ പറഞ്ഞത് ഇത് തങ്ങൾ 4ാം തവണയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. സൂസന് ഒന്നും മനസ്സിലായില്ല. 4 തവണയും നിങ്ങളുടെ കുട്ടി മരിച്ചുപോയോ എന്ന് അവൾ ചോദിച്ചു. ഇല്ലില്ല, കുട്ടി ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോ തവണയും കസ്റ്റമൈസേഷൻ മാറ്റി പരീക്ഷിക്കാനായി ഞങ്ങൾ മാറ്റം വരുത്തിയതാണ്. ഇത് നല്ല രസമുള്ള കാര്യമാണ് എന്ന് അവർ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ സാധാരണമാകുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സൂസന് ഇത് വളരെ വിചിത്രമായി തോന്നി. അവിടെ നിന്ന് ആലോചിച്ച് പുറത്തിറങ്ങിയ സൂസന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അയാൾ ചോദിച്ചു, നിങ്ങളുടെ മകൻ പഴയ മകനെപ്പോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിഷമിക്കേണ്ട, ഈ ഹാർഡ് ഡിസ്കിൽ അവന്റെ ഒറിജിനൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് ഞങ്ങളെ ബന്ധപ്പെടൂ. അയാൾ അത് നൽകി അവിടെ നിന്ന് പോയി. സൂസൻ വേഗം വീട്ടിലെത്തി അത് പ്ലേ ചെയ്തു നോക്കി. അതിൽ അവളുടെ യഥാർത്ഥ മകന്റെ ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേട്ട് അവൾ മകനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു.
ഇതായിരുന്നു സൂസന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സിനിമയുടെ പ്രസന്റ് ടൈമിലേക്ക് വരാം. രഹസ്യപാതയിലൂടെ റെസ്റ്റോറന്റിന് പുറത്തെത്തിയ 6 സംഘത്തെ പോലീസ് അവിടെയും ഇവിടെയുമായി തിരയുന്നുണ്ട്. സംഘാംഗങ്ങൾ ഭാവിയിൽ നിന്ന് വന്ന താത്തയോട് ചോദിച്ചു, ശരി, ഇനി എന്താണ് പ്ലാൻ? നിങ്ങൾ ഭാവിയിൽ നിന്ന് വന്നതാണല്ലോ, അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ ഒരു മാപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്ന് 1/2 മൈൽ ദൂരെ ഒരു വീടുണ്ട്. അവിടെ 9 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അവനാണ് ആ അപകടകാരിയായ AI സിസ്റ്റം നിർമ്മിക്കുന്നത്. ഭാവിയിൽ അത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകും. അതുകൊണ്ട് നമുക്ക് ആ പയ്യന്റെ വീട്ടിൽ പോകണം. പക്ഷേ അത് അത്ര എളുപ്പമല്ല. അവിടെ എത്തുന്നതിന് മുൻപ് നമുക്ക് 7 തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അയാൾ ഓരോ തടസ്സങ്ങളെക്കുറിച്ചും വിവരിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പ് വരും. അവിടെ ഭയങ്കര ക്രൂരനായ ഒരു നായയുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വീടില്ലാത്ത സൈക്കോ മനുഷ്യനുണ്ട്. അയാൾ കത്തിയുമായി മേൽക്കൂരയിൽ ഇരിപ്പുണ്ടാകും. അവരെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം. തന്റെ കയ്യിലുള്ള ഒരു ഹാർഡ് ഡിസ്ക് കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത് ആ AI സിസ്റ്റത്തിൽ ഘടിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദൗത്യം പൂർത്തിയാകൂ. ആ പയ്യൻ തന്റെ കമ്പ്യൂട്ടർ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തണം. അവർ പതുക്കെ അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങി. പുറത്തിറങ്ങിയ ഉടനെ ഒരു കാർ അവരെ പിന്തുടരാൻ തുടങ്ങി. ആ കാറിലുള്ളത് 2 കൊലയാളികളായിരുന്നു. അത് കണ്ട താത്ത പറഞ്ഞു, വേഗം വരൂ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ ഓടി ഒരു പഴയ വീടിനുള്ളിൽ കയറി ഒളിച്ചു. എല്ലാവരും ഭയന്നുപോയി. ആരാണവർ? അവരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ആരോ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ച് എനിക്കും അറിയില്ല. അവർ കൊലയാളികളാണ്. നമ്മളെ കണ്ടാൽ കൊല്ലും. അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ തീരൂ. ഈ വീട്ടിൽ ഞാൻ ഇതിനു മുൻപ് വന്നിട്ടില്ല. അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ സുരക്ഷിതമായ വഴി ഉണ്ടോ എന്ന് ഞാൻ മുകളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് അയാൾ മുകളിലേക്ക് പോയി. താഴെയുള്ളവർക്ക് ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ വിശ്വസിക്കാമോ അതോ അയാൾ തങ്ങളെ ചതിക്കുകയാണോ എന്ന് അവർ സംശയിച്ചു. അപ്പോൾ ആ ഡ്രൈവർ എല്ലാവരോടുമായി പറഞ്ഞു, ഇയാളുടെ കൂടെ വന്ന് നമ്മളും കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനിടയിൽ ഇംഗ്രിഡ് എന്ന പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂടെ വന്നത് നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് എന്ന് കാണാനാണ്. പെട്ടെന്ന് ആ ഡ്രൈവർ ഇംഗ്രിഡിന്റെ മൂക്കിലെ രക്തം കണ്ട് അത് തുടക്കാൻ പറഞ്ഞു. അവൾക്ക് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തിൽ, ആരുടെ കയ്യിലാണ് ഇവിടെ ഫോൺ ഉള്ളത് എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ഡ്രൈവറുടെ ഫോൺ പിടിച്ച് വാങ്ങി തല്ലിപ്പൊട്ടിച്ചു. അവൾക്ക് ഫോണിനോട് അലർജി ഉള്ളതുപോലെ തോന്നി. അടിപാവി, ഫോൺ തകർത്തല്ലോ, ഇനി നമ്മൾ എങ്ങനെ സഹായത്തിനായി വിളിക്കും എന്ന് ഡ്രൈവർ നിലവിളിച്ചു. അപ്പോഴേക്കും താത്ത തിരിച്ചെത്തി. അവർ സംസാരിക്കുന്നത് അയാൾ കേട്ടിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഭാവിയിൽ നിന്ന് വന്നതാണോ അല്ലയോ എന്നത് ഇപ്പോൾ പ്രസക്തമല്ല. ലോകം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ നോക്കൂ. അത് ശരിയായ ദിശയിലാണോ? നിങ്ങൾക്ക് തന്നെ അതറിയാം. ഇനി എന്റെ കൂടെ വരണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടം. അയാൾ മുകളിലേക്ക് പോയപ്പോൾ മറ്റുള്ളവർക്കും കൂടെ പോകാതെ വഴിയില്ലായിരുന്നു. അങ്ങനെ അവർ ഒരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് എതിർവശത്തേക്ക് ചാടണം. അതൊരു ഷോർട്ടാണ്. അങ്ങനെ ചെയ്താൽ ആ പയ്യന്റെ വീട്ടിൽ വേഗമെത്താം എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ആ സാർ ചോദിച്ചു, ശരി, അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഭാവിയിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിലാകെ ബോംബ് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, ഇതെന്തിനാണ്? താത്ത മറുപടി നൽകി, ഇത് ബോംബ് തന്നെയാണ്. പക്ഷേ ഇത് പൊട്ടിയാൽ ഞാൻ മരിക്കില്ല. പകരം ഞാൻ വീണ്ടും പഴയതുപോലെ റെസ്റ്റോറന്റിൽ നിന്ന് യാത്ര തുടങ്ങും. എന്നെ ഭാവിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത് തന്നെ ഇതിനാണ്. ഈ ദൗത്യം വിജയിക്കുന്നതുവരെ ഞാൻ ഈ ടൈം ലൂപ്പിലൂടെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പിറകോട്ട് പോയി ആ 9 വയസ്സുകാരനെ കൊന്നുകൂടെ? അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലല്ലോ എന്ന് ആരോ ചോദിച്ചു. ഒരു 9 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ കൊല്ലാൻ കഴിയും എന്ന് ചോദിച്ച അയാൾ മുന്നോട്ട് നീങ്ങി. അവർ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ പെട്ടെന്ന് താഴെ നിന്ന് ഒരാൾ വലിയൊരു കൊടുവാളുമായി എഴുന്നേറ്റ് വന്നു. അതായിരുന്നു ആ സൈക്കോ മനുഷ്യൻ. എന്റെ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് അയാൾ അലറുന്നുണ്ടായിരുന്നു. അവർ പേടിച്ച് ഓടാൻ തുടങ്ങി. അതേസമയം ആ മുഖംമൂടി ധരിച്ച കൊലയാളികളും അവിടെ എത്തി. അവരിൽ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. മറ്റേയാൾ കാർ ഓടിച്ച് ഇവരെ പിന്തുടർന്നു. ഓടുന്നതിനിടയിൽ ആ കൊലയാളി പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ചാടി. കാർ പാർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് പതുക്കെ റിവേഴ്സിൽ നീങ്ങാൻ തുടങ്ങി. ആ കൊലയാളി ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ കൃത്യസമയത്ത് ആ സൈക്കോ മനുഷ്യൻ തന്റെ കൊടുവാളുമായി വന്ന് കൊലയാളിയെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ ഒരു ശല്യം ഒഴിവായി. ഇനി ഒരു കൊലയാളി കൂടി ബാക്കിയുണ്ട്. അയാൾ താഴെ നിന്ന് ഇവർക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. താത്തയുടെ നിർദ്ദേശം കേൾക്കാതെ മേരി എന്ന സ്ത്രീ മറ്റൊരു ദിശയിലേക്ക് ഓയിട്ടി. നിർഭാഗ്യവശാൽ അവൾ ആ കൊലയാളിയുടെ മുന്നിൽ തന്നെ ചെന്നുപെട്ടു. അയാൾ അവളെ വെടിവെച്ചു കൊന്നു. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി. വേഗം അപ്പുറത്തേക്ക് ചാടൂ എന്ന് താത്ത വിളിച്ചു പറഞ്ഞു. അവർ താഴെയുള്ള ഒരു വേസ്റ്റ് ബിന്നിന്റെ ട്രാഷ് ബിൻ അടുത്തേക്ക് ചാടി സുരക്ഷിതമായി വീണു. ഇത് കണ്ട കൊലയാളി വേഗം താഴെ വന്ന് അവരെ വെടിവെക്കാൻ ഒരുങ്ങി. എന്നാൽ അപ്പോഴേക്കും കൊലയാളി ചാടിപ്പോയ ആ കാർ റിവേഴ്സ് വന്ന് അയാളെ മതിലിനോട് ചേർത്ത് ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ അവർ താൽക്കാലികമായി രക്ഷപ്പെട്ടു. അപ്പോഴാണ് താഴെ ഒരു പേഴ്സ് കിടക്കുന്നത് താത്തയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ അത് എടുത്തു നോക്കി. അതിൽ ആ 2 കൊലയാളികളുടെയും ID ഉണ്ടായിരുന്നു. ഇത് എനിക്ക് അടുത്ത ലൂപ്പിൽ ഉപകരിക്കും. ഇപ്പോൾ ഇവരെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് അയാൾ പറഞ്ഞു. ശരി, നമുക്ക് വേഗം പോകാം. ആ പയ്യന്റെ വീട് ഇനി കുറച്ചു ദൂരം കൂടി കഴിഞ്ഞാൽ എത്തും എന്ന് പറഞ്ഞ് അവർ യാത്ര തുടർന്നു. ആ വീട് ഇനി കുറച്ചു ദൂരം കൂടി കഴിഞ്ഞാൽ എത്തും, വേഗം നടക്കൂ, സമയം വൈകി എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് വേഗത്തിൽ നീങ്ങുന്നു. ആ സമയത്ത് സിനിമയുടെ ദൃശ്യങ്ങൾ മാറുന്നു. ഇനി കാണിക്കുന്നത് ഇംഗ്രിഡിന്റെ കഥയാണ്. മൂക്കിൽ നിന്ന് രക്തം വരുന്ന ആ പെൺകുട്ടിയുടെ കഥ.
ഇംഗ്രിഡ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു ഇതൊരു മെഡിക്കൽ അത്ഭുതമാണെന്ന്. ഇതുപോലൊരു കുട്ടിയെ തങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് വളരെ അപൂർവമായ ഒരു രോഗമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യവർഗത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇങ്ങനെയൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് സാങ്കേതികവിദ്യ ഉള്ള ഒരു സ്ഥലത്ത് ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. അവൾക്ക് മൊബൈൽ ഫോൺ, വൈഫൈ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയോടൊക്കെ കഠിനമായ അലർജിയാണ്. ഡോക്ടർമാർ ഇക്കാര്യം ഗൗരവമായി തന്നെ മാതാപിതാക്കളെ ധരിപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇംഗ്രിഡ് വളർന്നു. കുട്ടികൾ ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ അവൾ ഒരു രാജകുമാരിയെപ്പോലെ വേഷം കെട്ടി അഭിനയിക്കുകയാണ്. അത്തരം സ്ഥലങ്ങളിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് അവൾക്ക് അവിടെ സുരക്ഷിതമായി തോന്നുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു പിസ്സ ഡെലിവറി ബോയ് വരുന്നു. അവനെ കണ്ടതും ഇംഗ്രിഡിന് ഇഷ്ടമായി. തിരിച്ചും അവൻ അവളെ പ്രണയിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒന്നിച്ചു കഴിയാൻ തീരുമാനിച്ചു. ഇംഗ്രിഡ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അവനോട് പറഞ്ഞു. അവൻ അതെല്ലാം അംഗീകരിച്ചു. 6 മാസത്തോളം അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. തങ്ങൾക്കും ഒരു കുട്ടി വേണമെന്നും അവനും ഇതേപോലെ പ്രത്യേക കഴിവുകൾ ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ദിവസം എല്ലാം മാറിമറിഞ്ഞു. ആരോ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് വന്നതാണ്. അവൻ കൊണ്ടുവന്നത് ഒരു വിർച്വൽ റിയാലിറ്റി ഡിവൈസ് ആയിരുന്നു. ഇംഗ്രിഡിന്റെ കാമുകൻ അത് ഓർഡർ ചെയ്തതായിരുന്നു. ഒരു ടെക്നോളജി ഉപകരണം വീട്ടിലെത്തിയത് കണ്ട് ഇംഗ്രിഡ് ചോദിച്ചു, നീയാണോ ഇത് ഓർഡർ ചെയ്തത്? അവൻ പറഞ്ഞു, അതെ, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു നൽകാം. എങ്കിലും അവൻ അത് ഓൺ ചെയ്തു. ഇംഗ്രിഡിന് അത് ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും കാമുകന്റെ ആഗ്രഹം പരിഗണിച്ച് അവൾ സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ട് അവൻ ആ ഉപകരണത്തിന് അടിമയായി മാറി. പകൽ മുഴുവൻ അവൻ വിർച്വൽ റിയാലിറ്റിയിൽ മുഴുകിയിരുന്നു. ജോലി കഴിഞ്ഞുവരുന്ന ഇംഗ്രിഡ് കാണുന്നത് രാത്രിയായാലും അവൻ അത് തലയിൽ നിന്ന് മാറ്റാൻ തയ്യാറാകാതെ ഇരിക്കുന്നതാണ്. അവൾക്ക് ഇത് വലിയ വിഷമമായി. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന അവനോട് അവൾ പറഞ്ഞു, ഇത് നിന്നെ ഇതിന് അടിമയാക്കുന്നു, നീ ഇത് ഉപയോഗിക്കരുത്. എന്നാൽ അവൻ പറഞ്ഞു, നിനക്ക് ഇതിന്റെ ഫീലിംഗ് മനസ്സിലാകില്ല. ഇതിൽ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? നമുക്ക് സന്തോഷം നൽകുന്ന ലോകം ഇതിനുള്ളിലുണ്ട്. ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അടുത്ത ദിവസം ഇംഗ്രിഡ് ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവൾക്ക് കഠിനമായ തലവേദന അനുഭവപ്പെടുകയും മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുകയും ചെയ്തു. നോക്കുമ്പോൾ അവിടുത്തെ ചെറിയ കുട്ടികൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ വേഗം പരിഭ്രാന്തിയോടെ വീട്ടിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ കാമുകൻ അവളെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവൾക്ക് സർപ്രൈസ് നൽകാനായി അവൻ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പോകാം, വിർച്വൽ റിയാലിറ്റി ഉള്ള സ്ഥലത്തേക്ക് മാറാം എന്ന് അവൻ പറഞ്ഞു. അവിടെയാകുമ്പോൾ പലതരം പുതിയ ഡിവൈസുകൾ ഉണ്ടാവുമെന്നും അത് കാണാൻ നല്ല രസമായിരിക്കുമെന്നും അവൻ പറഞ്ഞു. ഇംഗ്രിഡ് തകർന്നുപോയി. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, എന്നെ വിട്ടുപോകരുത് എന്ന് അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, എനിക്ക് ആ ലോകമാണോ നല്ലത്, ഞാൻ പോവുകയാണ്. അവളുടെ മനസ്സ് തകർത്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജീവിതം അടുത്ത് അവൾ ആ റെസ്റ്റോറന്റിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവൾ ആ റെസ്റ്റോറന്റിൽ എത്തുന്നതും പിന്നീട് ഈ ടീമിന്റെ ഭാഗമാകുന്നതും. സിനിമ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് വരുന്നു. ഭാവിയിൽ നിന്ന് വന്ന താത്ത എല്ലാവരെയും കൂട്ടി സുരക്ഷിതമായ ഒരു വീട്ടിലെത്തി. അത് റിച്ചാർഡ്സൺ എന്നയാളുടെ വീടായിരുന്നു. അയാൾ വെക്കേഷൻ ആഘോഷിക്കാൻ പോയതുകൊണ്ട് അവിടെ ആരുമില്ലായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ആ 9 വയസ്സുകാരന്റെ വീട് കാണാം. താത്ത പറഞ്ഞു, ആ വീട്ടിലെത്തിയാൽ നമ്മുടെ ദൗത്യം കഴിയും. അവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം. ഇത്രയും ദൂരം എത്തിയല്ലോ എന്നോർത്ത് മറ്റുള്ളവർ സന്തോഷിച്ചപ്പോൾ താത്ത അവരെ താക്കീത് ചെയ്തു. അമിതമായി സന്തോഷിക്കേണ്ട, ഇതുവരെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ വെല്ലുവിളി ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. എന്ത് അപകടമാണ് മുന്നിൽ വരിക എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നായ്ക്കളായിരിക്കും, ചിലപ്പോൾ പോലീസ് ആയിരിക്കും. അതുകൊണ്ട് എന്തിനും തയ്യാറായി ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് സ്വയം പ്രതിരോധിക്കാൻ നോക്കൂ. ഇത് ഒരു യുദ്ധക്കളമാണ്. അതുകേട്ട് എല്ലാവരും അവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വയം സുരക്ഷാ കവചങ്ങൾ ഒരുക്കി. അപകടം മുന്നിൽ കണ്ട് അവർ ആ വീട് പൂർണ്ണമായും അടച്ചുപൂട്ടി ഒരിടത്ത് കാത്തിരുന്നു. അപ്പോൾ അവർ താത്തയോട് ചോദിച്ചു, ഈ ലോകം എങ്ങനെയാണ് നശിക്കാൻ പോകുന്നത് എന്ന് ഒന്നുകൂടി പറയൂ. അയാൾ പറഞ്ഞു, മൊബൈൽ ഫോൺ വഴി AI വന്നതോടെ അതൊരു കാട്ടുതീ പോലെ പടർന്നു. വെറും ഒരു ദിവസം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. ആളുകൾക്ക് സ്വന്തം ബോധം നഷ്ടപ്പെട്ട് ഫോണിനുള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. AI അവരെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ തുടങ്ങി. പകുതിയിലധികം മനുഷ്യരും അന്നു തന്നെ നശിച്ചുപോയി. അയാൾ തന്റെ സ്വന്തം കഥയും വിവരിച്ചു. അയാളുടെ കാലത്ത് മനുഷ്യർ പകുതിയും ഇല്ലാതായി കഴിഞ്ഞു. ബാക്കിയുള്ളവർ AIയിൽ നിന്ന് ഒളിച്ചു താമസിക്കുകയാണ്. അയാൾ അമ്മയോടൊപ്പമാണ് ഒരു ഭൂഗർഭ അറയിൽ കഴിഞ്ഞിരുന്നത്. ജനിച്ച നാൾ മുതൽ അയാൾക്ക് സൂര്യപ്രകാശമൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരെല്ലാം വിർച്വൽ റിയാലിറ്റിക്ക് അടിമകളായി കഴിയുമ്പോൾ അമ്മ അയാളെ മാത്രം അതിൽ നിന്നൊക്കെ മാറ്റി സുരക്ഷിതമായി വളർത്തി. പക്ഷേ ഒരു ദിവസം കൗതുകം മൂത്ത് അയാൾ ആ അറയ്ക്ക് പുറത്തിറങ്ങി ഒരു പഴയ ഡിവൈസ് കയ്യിലെടുത്തു. ഉടനെ AI അയാളുടെ സ്ഥാനം തിരിച്ചറിയുകയും അങ്ങോട്ടേക്ക് ഡ്രോണുകൾ അയച്ച് ആ സ്ഥലം പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. അയാൾ ചെയ്ത ആ ചെറിയ തെറ്റ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇതിന് ഒരു അവസാനം ഉണ്ടാക്കണമെന്ന് അയാൾ തീരുമാനിച്ചത്. അതിനുവേണ്ടി ചില ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെയാണ് ആ AI നശിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ അടങ്ങിയ പെൻഡ്രൈവ് അയാൾ നിർമ്മിച്ചത്. ഞാൻ ഈ ദൗത്യം പൂർത്തിയാക്കി എന്റെ അമ്മയോടൊപ്പം സൂര്യോദയം കാണും എന്ന് അയാൾ പറയുമ്പോഴേക്കും ഇംഗ്രിഡിന്റെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അതിനർത്ഥം ഏതോ ഇലക്ട്രോണിക് ഡിവൈസ് അടുത്തുണ്ട് എന്നാണ്.
അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. നൂറുകണക്കിന് കുട്ടികൾ സോംബികളെപ്പോലെ അങ്ങോട്ടേക്ക് വരുന്നു. ഇത് കണ്ട ടീച്ചർമാരായ മാർക്കും ജാനറ്റും പറഞ്ഞു, ഇവർ വെറും സോംബികളല്ല, അതിനേക്കാൾ ഭയങ്കരമാണ്. എന്റെ ക്ലാസ്സിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഫോണിൽ തൊട്ടതോടെ അവർ ഞങ്ങളെ തുരത്താൻ തുടങ്ങി. ഇവരാണ് നമുക്കുള്ള ഏറ്റവും വലിയ ആപത്ത്. എല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ആ കുട്ടികൾ വിടാതെ പിന്തുടർന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവർ വീടിന്റെ റൂഫ് ടോപ്പിൽ കയറി. താഴെ നോക്കുമ്പോൾ കുട്ടികളുടെ വലിയൊരു കൂട്ടം തന്നെ അവിടെയുണ്ട്. ആകെ സംഘർഷഭരിതമായ അവസ്ഥ. അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു. എല്ലാവർക്കും കൂടി രക്ഷപ്പെടാൻ കഴിയില്ല. ആരെങ്കിലും 3 പേർ ഇവിടെ തടഞ്ഞു നിന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇത് കേട്ട് മാർക്കും ജാനറ്റും പരസ്പരം നോക്കി. അവർ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളാണ് ഇതിന് തുടക്കമിട്ടത്, അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് അവസാനിപ്പിക്കാം. അങ്ങനെ ആ ദമ്പതികൾ താഴെയുള്ള ആ കുട്ടിക്കൂട്ടത്തിലേക്ക് ചാടി അവരെ തടഞ്ഞു നിർത്തി. ആ തക്കത്തിന് താത്തയും ബാക്കിയുള്ളവരും വശത്തുകൂടി പതുക്കെ താഴെയിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സൈഡിലൂടെ മെല്ലെ താഴെ ഇറങ്ങി വന്ന് അവർ രക്ഷപ്പെട്ടു ഓടുകയാണ്. കട്ട് ചെയ്താൽ അതേസമയം ഈ വശത്ത് ഒരു സോംബി കൂട്ടമുണ്ടാകില്ലേ? അവിടെയുള്ള ഒരു പെൺകുട്ടി സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ പുറകിൽ ഒരു വലിയ AI പൂച്ച വരുന്നു. ആ വീടിന്റെ കാവൽക്കാരനെ പോലെയാണ് അത്. അത്ര തന്നെ വന്ന് ആ പെൺകുട്ടിയെ ഒറ്റക്കടിക്ക് കടിച്ചു കൊല്ലുന്നു. അങ്ങനെ അവിടെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും അത് കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ വശത്ത് ബാക്കിയുള്ള എല്ലാവരും ആ വീട്ടിലെത്തുന്നു. വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു നിൽക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ സൂസൻ ഉണ്ടല്ലോ, അവർ എയർപോർട്സിലൂടെ എന്താണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ സേഫ് ആയി എത്തി എന്നാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്യൂച്ചർ താത്താക്ക് ഇത് കേൾക്കുന്നത്. അതെ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് പിടിച്ചു വാങ്ങുമ്പോഴാണ് പറയുന്നത്, ഞാൻ എന്റെ മകനോടാണ് സംസാരിക്കുന്നത്, അവനാണ് എനിക്ക് വഴി പറഞ്ഞു തന്നത് എന്ന്. അത് കേട്ടതും, എന്ത് അവനോടോ? അത് നിന്റെ യഥാർത്ഥ മകനല്ല, അതും ഒരു AI ആണ് എന്ന് ശകാരിക്കുന്നു. പക്ഷേ അവർ പറയുന്നത്, അല്ല, അതെന്റെ മകൻ തന്നെയാണ്. ആ ഹോട്ടലിൽ വെച്ച് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സീക്രട്ട് പാസേജ് പറഞ്ഞു തന്നത് അവനാണ് എന്നാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആ വാതിൽ തുറക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും പോലെയാണ് ഇവർ. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്തു വേണം എന്ന് അവർ അന്വേഷിക്കുന്നു. അകത്തേക്ക് വന്നവർ പറയുന്നത്, ഞങ്ങൾ 9 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ തിരഞ്ഞു വന്നതാണ് എന്നാണ്. ഉടനെ ആ അമ്മ ചിരിച്ചുകൊണ്ട്, ഓ, ഞങ്ങളുടെ മകനെ തിരഞ്ഞാണോ വന്നത്? അവന്റെ പേര് ക്രിസ് എന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് ഒരു സംശയം തോന്നുന്നു. ഇതെന്താണ് ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ അകത്തു വന്ന് നിൽക്കുമ്പോൾ ഇവർ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. അപ്പോൾ നിങ്ങൾ നുണ പറയുകയാണ് എന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ഭീഷണിപ്പെടുത്തി സൈഡിലുള്ള ഭിത്തിയിൽ ഒന്ന് കുത്തി നോക്കുന്നു. നോക്കുമ്പോൾ ഇതൊരു ഡമ്മി വീടാണെന്ന് മനസ്സിലാകുന്നു. ഉടനെ ആ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഗാംഗിലുള്ള ഡ്രൈവറെ അറ്റാക്ക് ചെയ്യുന്നു. ഉടനെ നമ്മുടെ ഫ്യൂച്ചർ താത്ത അവനെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു. ആ അമ്മയെയും ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ, എന്നെ ക്ഷമിക്കണം, എനിക്ക് ഇതിനുള്ള പണം ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഉടനെ ഇവർ സൈഡിലുള്ള ഭിത്തികളെല്ലാം തകർക്കുന്നു. നോക്കുമ്പോൾ ഉള്ളിൽ ഒരു വലിയ സീക്രട്ട് പാതയുണ്ട്, അതായത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വഴി. അങ്ങനെ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ കുട്ടി ഇരുന്ന് എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. നമ്മുടെ ഇൻഗ്രിഡിന് അതിന്റെ ഉള്ളിലേക്ക് വരാൻ കഴിയുന്നില്ല. കാരണം അതിനുള്ളിലുള്ളതെല്ലാം ഡിവൈസുകളല്ലേ, അതുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നു, തലവേദന എടുക്കുന്നു. ഉടനെ അവരോട് പറയുന്നു, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ, ഞാൻ വരുന്നില്ല, ഞാൻ പുറത്ത് സേഫ് ആയിരിക്കാം എന്ന്. ഉടനെ നമ്മുടെ ഫ്യൂച്ചർ താത്തയും സൂസനും അകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്ന് ആ ചെറിയ കുട്ടിയോട്, മോനെ, മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരൂ എന്ന് പറയുന്നു. പക്ഷേ അവൻ ഒരു സൈക്കോയെ പോലെ അത് തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണല്ലോ ആ AI ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വേഗം വേഗം മുകളിലേക്ക് കയറി ചെല്ലുന്നു. ഇവരെ കണ്ടതും അവൻ നിലവിളിക്കാൻ തുടങ്ങുന്നു. മുഖത്തൊറ്റ ഈട്ടി. അത്ര തന്നെ ആ കുട്ടി താഴെ വീഴുന്നു. അവൻ വീണതും അവിടെയുള്ള ചെറിയ റോബോട്ടുകളെല്ലാം ഇവരുടെ അടുത്തേക്ക് മെല്ലെ വരാൻ തുടങ്ങുന്നു. ഇത് കണ്ട് അവർ ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ എഴുന്നേൽക്കുന്നില്ല. ഉടനെ അവനെ വീണ്ടും പിടിച്ച് മുകളിലിരുത്തിയതും അവൻ പഴയതുപോലെ ഓട്ടോമാറ്റിക്കായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ അമ്മ അവന്റെ കഴുത്തിലുള്ള ഒരു ടാറ്റു ശ്രദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവനും ഒരു ക്ലോണാണ്, ഇവൻ യഥാർത്ഥ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ AI എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇവൻ തന്നെ ഒരു AI ആണ്. ഇവനെ ഒരു ഉപകരണം പോലെ ഉപയോഗിച്ച് ഒരു വലിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തടയണം. പെട്ടെന്ന് ആ ഹാർഡ് ഡിസ്ക് കറക്റ്റ് സ്ലോട്ടിൽ കുത്തണം എന്ന് പറഞ്ഞു വരുമ്പോൾ സൂസന്റെ മകൻ അവരോട് സംസാരിക്കുന്നുണ്ടല്ലോ. അവൻ പറയുന്നത്, ഈ സ്ഥലത്ത് കുത്തു എന്നാണ്. അപ്പോൾ താത്ത പറയുന്നു, ഇതാ നോക്കൂ, അത് നിങ്ങളുടെ മകൻ പോലുമല്ല, നിങ്ങൾ പറ്റിക്കപ്പെടരുത് എന്ന്. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തുന്നു, മര്യാദയ്ക്ക് കുത്തു, എന്റെ മകൻ സത്യമേ പറയൂ എന്ന്. ശരി, എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് കരുതി അത് കുത്തുന്നു. ഉടനെ ആ സ്ഥലം ഒന്ന് കുലുങ്ങാൻ തുടങ്ങുന്നു. അവിടെയുള്ള വയറുകളെല്ലാം പുറത്തുവന്ന് ഇവരെ വരിഞ്ഞു മുറുക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ താത്ത കത്തിയെടുത്ത് അത് മുറിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കത്തി തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തെ ഭിത്തിയോട് ചേർത്ത് ലോക്ക് ചെയ്യുന്നു. ഇവരെ തീർക്കാൻ വേണ്ടി കുട്ടി റോബോട്ടുകൾ വരുന്നു. താഴെ വീണ കത്തിയെടുത്ത് താത്തയെ കൊല്ലാൻ നോക്കുമ്പോൾ അദ്ദേഹം കറക്റ്റായി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. വീണ്ടും ലൂപ്പ് ആരംഭിക്കാം എന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ഇൻഗ്രിഡിന്റെ എൻട്രി. അവൾക്ക് വയ്യാതിരുന്നിട്ടും ആ ഡ്രൈവ് എടുത്ത് കറക്റ്റായി ആ സ്ഥലത്ത് കുത്തുന്നു. മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. പോരാടി വരുമ്പോൾ പെട്ടെന്ന് സീൻ കട്ടായി നമ്മുടെ ഇൻഗ്രിഡിനെ ആ AI മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് റിയൽ വേൾഡിലെ ടൈം ഫ്രീസ് ആകുന്നു.
ഇൻഗ്രിഡ് ഇപ്പോൾ വിർച്വൽ വേൾഡിലാണല്ലോ. അവിടെ ആ ചെറിയ കുട്ടി AI സംസാരിക്കാൻ തുടങ്ങുന്നു. ഇൻഗ്രിഡിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മാനിപുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. ഇൻഗ്രിഡ് ഗർഭിണിയാണല്ലോ. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി വേറെ ആരുമല്ല, ഈ ഫ്യൂച്ചർ താത്തയാണ്. ആ ഫ്യൂച്ചർ താത്ത ചെറുപ്പത്തിൽ തനിച്ചായിരിക്കും വളർന്നത്. കാരണം ഇൻഗ്രിഡിന് ടെക്നോളജിയോട് അലർജി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർ മാറി താമസിച്ചതാണ്. അതുകൊണ്ടാണ് ആ താത്തയും ചെറുപ്പത്തിൽ ടെക്നോളജിയിൽ നിന്ന് അകന്നു കഴിഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാകുന്നു. അതുകൂടാതെ ആ AI ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ മകന് നല്ലൊരു ഭാവി ഞാൻ നൽകാം, പക്ഷേ നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇൻഗ്രിഡിന് ടെക്നോളജി ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് മൈൻഡ് മാറ്റാതെ അവൾ ആ ഡ്രൈവ് കുത്തുന്നു. അത് ചെയ്തതോടെ എല്ലാം നോർമൽ ആകുന്നു. ഫ്രീസ് ആയ ടൈം വീണ്ടും ചലിച്ചു തുടങ്ങുന്നു. ആ സിസ്റ്റം ഫെയിൽ ആകുന്നു. ഇവർ വിചാരിച്ചത് നടന്നു. എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് വരുന്നു. പുറത്തു നോക്കുമ്പോൾ കാണാതായ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. ജാനറ്റും സൂസന്റെ മകനുമെല്ലാം തിരിച്ചെത്തി. അവർ വേഗം മകനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ നോക്കുന്നു. ടാറ്റു ഇല്ല. യഥാർത്ഥ മകൻ തിരിച്ചു വന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇൻഗ്രിഡ് തന്റെ മകനായ ആ ഫ്യൂച്ചർ താത്തയോട് പറയുന്നു, ഇനി എല്ലാം കഴിഞ്ഞു, നമ്മൾ ജയിച്ചു എന്ന്. അപ്പോൾ ആ താത്ത പറയുന്നത് വേഗം ആംബുലൻസിനെ വിളിക്കൂ എന്നാണ്. എന്നിട്ട് അദ്ദേഹം സൂര്യനെ നോക്കുന്നു. തന്റെ അമ്മയോടൊപ്പം സൂര്യോദയം കാണണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് ഇപ്പോൾ നടന്നു. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇതോടെ ആ ഫ്യൂച്ചർ താത്ത വീണ്ടും ലൂപ്പിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിന് ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാം നന്നായി നടന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ അവളെ ഉപേക്ഷിച്ചു പോയ കാമുകൻ തിരിച്ചുവന്ന് അവളോടൊപ്പം ചേരുന്നു. അപ്പോഴാണ് ഫ്യൂച്ചർ താത്ത പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ആ AI നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നൽകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല, അത് AIയുടെ ചതിയാണ്. നിങ്ങളുടെ മനസ്സിനെ അത് ഇങ്ങനെ കുഴപ്പിക്കും. നിങ്ങൾ അത് വിശ്വസിച്ചാൽ എല്ലാം അവസാനിക്കും. അങ്ങനെയെങ്കിൽ ഇതെല്ലാം വ്യാജമാണോ? നമ്മൾ ജയിച്ചു എന്ന് കരുതിയത് നമ്മുടെ തോൽവിയാണോ? AI നമ്മളെ ചതിക്കുകയാണോ എന്ന് ചിന്തിക്കുമ്പോൾ ആംബുലൻസിൽ അവളെ കൊണ്ടുപോകുന്നു. അവിടെ സീൻ കട്ടാകുന്നു. അടുത്തതായി നമ്മുടെ താത്ത വീണ്ടും ആ റെസ്റ്റോറന്റിൽ കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ആ AIയെ തോൽപ്പിക്കാൻ കഴിയില്ല, അത് നമ്മളെ ചതിക്കും. അതുകൊണ്ട് ആ AIയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഏക വഴി. അത് ഈ ജനറേഷനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം നേരെ തന്റെ അമ്മയായ ഇൻഗ്രിഡിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ AIയിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരേയൊരു വഴി ഹീറോയിൻ മാത്രമാണ്. കാരണം അവൾക്കാണല്ലോ ടെക്നോളജി അലർജി. ആ ഒരു അസുഖം എല്ലാവരിലും എത്തിക്കണം എന്ന് കരുതി അദ്ദേഹം അവളുടെ ബ്ലഡ് എടുത്ത് കാണിക്കുന്നു. ആ AIയിൽ നിന്ന് ജനങ്ങളെ മാറ്റണമെങ്കിൽ ഇതാണ് വഴി. കാരണം ഈ ജനറേഷൻ ഫോണിനും AIക്കും അടിമകളാണ്. അത് തടയാൻ അവർക്ക് ഈ അലർജി പകരണം. അങ്ങനെ അവർ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ രാജ്യം രക്ഷപ്പെടും. താത്ത ഇൻഗ്രിഡിനെ വിളിക്കുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം നിങ്ങൾ മരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, വരൂ പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം റെഡിയാകുന്നു. അവിടെ പടം അവസാനിക്കുന്നു.